നമ്മളെ കുറ്റപ്പെടുത്താൻ കാണും, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് പറ്റത്തില്ലെന്ന് പറയുന്ന ഇഷ്ടംപോലെ ആൾക്കാർ കാണും. പക്ഷേ മാതാവിൻ്റെ കൈ കൊടുത്തിട്ടുള്ളതാണെങ്കിൽ ആ ഒരു ഉത്തമ ബോധ്യം. എൻ്റെ പേര് ട്രീസ, ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ആദ്യം തന്നെ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഞാൻ +2 പാസ് ഔട്ടായത് 2020-ലാണ്. അതിനുശേഷം ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമായിരുന്നു. പഠിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു ഏജൻസി എടുത്തത്. അവർ വെച്ചിട്ട് മെഡിക്കൽ ഫീൽഡിനെ വെച്ചിട്ട് നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു. പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ലാംഗ്വേജ് പഠിച്ചു, പ്രാർത്ഥിച്ചെടുത്ത തീരുമാനമായിരുന്നു. പഠിച്ചു, എക്സാം എഴുതി, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു. ഞാൻ 2 മാർക്കിന് ഫെയിലായി. അപ്പം ഞാൻ ഓർത്തു, ഭയങ്കര വിഷമമായി, ഡിപ്രഷനായി. കാരണം എൻ്റെ 1 ഇയറാണ് ഞാനൊരു 80-ന് വേണ്ടിയിട്ട് കളഞ്ഞത്. ഒത്തിരി പഠിച്ചിട്ടൊക്കെ എന്തുകൊണ്ട് മാതാവ് നീ എന്നെ കൈവിട്ടു എന്ന് പ്രാർത്ഥിക്കുന്ന പകരം ഞാൻ ദൈവത്തിൻ്റെ പ്ലാൻ വേറെ ആയിരിക്കും എന്ന് ഓർത്തു. അപ്പോഴേക്കും വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞു 1 ഇയർ കളഞ്ഞെന്ന്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു, വീണ്ടും ഡേറ്റ് എടുത്ത് ഞങ്ങൾ 20 പേര് എക്സാം എഴുതി റിസൾട്ട് വരുന്ന ദിവസം ഞാൻ പ്രാർത്ഥിച്ചത്, കർത്താവേ നീ വിധിച്ചതാണെങ്കിൽ വന്നാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോഴേക്കും എല്ലാവരും പറഞ്ഞു അടുത്ത അക്കാഡമിക് സ്റ്റാർട്ട് ചെയ്തു, നേഴ്സിങ്ങിന് വെക്കോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും ഫെയിൽ ആയിക്കൊണ്ടിരിക്കുക. 20 പേര് എഴുതിയെന്ന് ഞാൻ മാത്രം പാസ്സായി, നല്ല മാർക്കോടെ പാസ്സായി. അതിനുശേഷം ഞാൻ വീണ്ടും ലാംഗ്വേജ് കണ്ടിന്യൂ ചെയ്തു. അപ്പോഴാണ് ഞാൻ അന്വേഷിക്കുന്നത്, ഞാൻ ഫസ്റ്റ് എടുത്ത ആ ഒരു ഏജൻസി ഫുള്ള് പറഞ്ഞതുപോലെ ഒന്നും അല്ലായിരുന്നു കാര്യങ്ങൾ. വീണ്ടും ഞാൻ ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്തു. വീണ്ടും ദൈവകൃപയാൽ ഞാൻ പെട്ടെന്ന് തന്നെ പാസ്സായി. അതിൻ്റെ പ്രോസസ്സിങ് നടന്നു കഴിഞ്ഞപ്പം അടുത്ത ഡിലേ. എനിക്ക് കോളേജിൽ നിന്ന് ഇൻ്റർവ്യൂ കിട്ടുന്നില്ല. അതുപോലെ തന്നെ കോളേജിൽ നിന്ന് കോൺട്രാക്റ്റോ അങ്ങനെ ഒന്നും കാര്യത്തിന് ഇൻ്റർവ്യൂ കിട്ടുന്നില്ല. ഇൻ്റർവ്യൂ കിട്ടാഞ്ഞിട്ട് വന്നിട്ട് അപ്പോഴേക്കും ഞാൻ ഉടമ്പടിയുടെ പ്രെയർ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. ഉടമ്പടിയുടെ പ്രെയർ സ്റ്റാർട്ട് ചെയ്തു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഏപ്രിൽ 18 ആയപ്പോഴേക്കും ഞാനിവിടെ വന്നു. കൃപാസനത്തിൽ വന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ പോയി പ്രാർത്ഥിച്ചു, എന്നെ തന്നെ നവീകരിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു. ഇൻ്റർവ്യൂ എനിക്ക് പേടിയുണ്ടായിരുന്നു, കാരണം ജർമ്മൻ ലാംഗ്വേജിലായിരുന്നു ഇൻ്റർവ്യൂ. അതിനൊരു നല്ല പേടിയുണ്ടായിരുന്നു. ഒരു കയ്യിൽ എൻ്റെ കൃപാസന ലോക്കറ്റായിരുന്നു. അപ്പം 1/2 മണിക്കൂർ അവൻ എനിക്ക് ഇൻ്റർവ്യൂ എടുത്തു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഏജൻറ്റ് പറഞ്ഞു, ട്രീസ നിൻ്റെ ഇരിപ്പ് കാണുമ്പം എനിക്ക് തന്നെ പേടിയാവുന്നു, നീ ഒന്ന് കൂളായിട്ടിരുന്നെന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു. അവർക്ക് ഭയങ്കരമായിട്ട് എന്നെ ഇഷ്ടപ്പെട്ടു. അവരെന്നെ സെലക്ട് ആക്കി. പെട്ടെന്ന് തന്നെ എൻ്റെ ഫസ്റ്റ് കോൺട്രാക്റ്റും കിട്ടി. പിന്നെ അതുപോലെ തന്നെ വർക്ക് കോൺട്രാക്റ്റും കിട്ടി. പക്ഷേ എൻ്റെ കൂട്ടത്തിലുള്ളവർ ഇതുവരെ കോൺട്രാക്റ്റുകൾ കിട്ടാത്ത കുറേ പേരുണ്ട്. സെപ്റ്റംബർ 1 എനിക്ക് ക്ലാസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അടുത്ത ശനിയാഴ്ച ഞാൻ ജർമ്മനിക്ക് പോവാം. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇപ്പം പറയുമ്പം വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷെ കഴിഞ്ഞ 2 വർഷം ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷം എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നു. ഒത്തിരി പേരുടെ നാട്ടും തുപ്പും ഒത്തിരി. പക്ഷെ അപ്പോൾ ഞാൻ വിശ്വസിച്ചത് ദൈവത്തിലായിരുന്നു. കാരണം നമ്മൾ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാളും നല്ലത് ദൈവത്തെ ആശ്രയിക്കുന്നതാണ്. ഒത്തിരി പ്രശ്നങ്ങൾ വീട്ടിൽ നിന്നുണ്ടായിരുന്നു, കുടുംബത്തിൽ നിന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കൂട്ടത്തിലുള്ള പിള്ളേരെല്ലാം കോളേജിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പഠിക്കാൻ പോകുമ്പോഴേക്ക് എനിക്ക് മാത്രം ഒന്നും ആകാതിരിക്കുന്ന സമയത്ത് ഒത്തിരി ഞാൻ നിരാശപ്പെട്ടിട്ടുണ്ട്. രാത്രിയിൽ ഉറങ്ങാതിരിക്കുന്ന ഒത്തിരി സ്റ്റേജസ് ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ കൊടുത്തു. ഒരു കാര്യം എനിക്ക് പറയാനേ ഉള്ളൂ, ഇവിടെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരുന്നവർക്ക് അതായത് നമ്മൾ മാതാവിൻ്റെ കൊടുത്തിട്ടുള്ളതാണെങ്കിൽ മാതാവ് നോക്കിക്കാണും. അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി പേര് നമ്മളെ കുറ്റപ്പെടുത്താൻ കാണും, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് പറ്റത്തില്ലെന്ന് പറയുന്ന ഇഷ്ടംപോലെ ആൾക്കാർ കാണും. പക്ഷേ മാതാവിൻ്റെ കൈ കൊടുത്തിട്ടുള്ളതാണെങ്കിൽ ആ ഒരു ഉത്തമ ബോധ്യം മാത്രം മതി. എന്നോട് കുറേ പേര് വരും, പറ്റത്തില്ല, നിൻ്റെ ജീവിതം നീ ഫെയിലാവും, നിനക്ക് ഒരിടത്തും എത്താൻ പറ്റത്തില്ല. പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞത് ഇല്ല, ഞാൻ കർത്താവിനെ കൊടുത്തത്, വെറുതെ പ്രാർത്ഥിക്കുന്നവരെന്ന് പറഞ്ഞവർ വരെ ഉണ്ട്. പക്ഷേ നമ്മുടെ ദൈവത്തെ വിശ്വസിച്ച അൾട്ടിമേറ്റ് ആയിട്ടുള്ള പവർ എന്ന് പറയുന്നത് മുകളിലിരിക്കുന്നതിന്, അല്ലാണ്ട് മനുഷ്യൻ്റെ കഴിവിലോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്കോ ഒതുങ്ങുന്നതായിട്ടൊന്നുമില്ല. നമ്മൾ പ്രാർത്ഥിക്കുക, ബാക്കി കർത്താവിൻ്റെ കൊടുക്കാം. എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ല കൃപ നൽകിയ മാതാവിന് 1000 നന്ദി. എനിക്കിപ്പം ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഒരു ദിവസം ഞാനിങ്ങനെ ജർമ്മനിയുടെ കാര്യത്തിൽ ഡിലേ അടിച്ച് നിന്ന സമയത്ത് ഒരു ദിവസം സ്വപ്നത്തിൽ വന്ന് ഈ മാതാവിൻ്റെ ഒരു രൂപം എൻ്റെ മനസ്സിങ്ങനെ പറയുവാണ്, നിനക്ക് വിധിച്ച സ്ഥലമല്ലെന്ന്. ഫസ്റ്റ് എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ ഞാൻ ചൂസ് ചെയ്യുന്ന സമയത്ത് നിൽക്കുമായിരുന്നു. ഞാൻ മാർച്ച് ഇന്ത്യക്ക് പോകാനിരുന്നതായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. സെപ്റ്റംബറായി, നല്ല സ്ഥലം, നല്ല കോളേജ്, കുറച്ചും കൂടി സിറ്റി ആയിട്ടുള്ള സ്ഥലത്ത് ദൈവം തന്നു. അപ്പം 1000 മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി.